സ്വർണമലയിലെ രാജാവ്. ഒരിടത്ത് ഒരു ധനികനായ വ്യാപാരി ഉണ്ടായിരുന്നു. ഒരു ദിവസം അവൻ അവന്റെ സ്വത്തെല്ലാം 2 കപ്പലിലാക്കി വേറെ രാജ്യത്തേക്ക് സ്വത്ത് വർദ്ധിപ്പിക്കാൻ കൊണ്ടുപോയി. പക്ഷേ അതെല്ലാം വെള്ളത്തിൽ വീണുപോയി. അവൻ ഭിക്ഷക്കാരനായി മാറി. അവന്റെ കയ്യിൽ അവന്റെ ഭൂമിയും മകനും മാത്രം ബാക്കിയുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ അവന്റെ ഭൂമിയിൽ വിശ്രമിക്കാൻ പോയി. അപ്പോൾ അവനെ കാണാൻ ഒരു കറുത്ത മാണിക്യൻ എന്നു പേരുള്ള കുള്ളൻ വന്നു. കൂട്ടുകാരാ, എന്താണ് നീ വിഷമത്തിൽ? ഇത്രയും ഹൃദയത്തിൽ കൊള്ളുന്ന കാര്യം എന്താണ്? എന്റെ എല്ലാ ധനവും പോയി. ഞാൻ എന്റെ മോന്റെ കാര്യം ആലോചിക്കായിരുന്നു. എന്താണ് നിനക്ക് വേണ്ടതെന്ന് എന്നോട് ചോദിച്ചോളൂ. പക്ഷെ അതിനു പകരമായി 12 വർഷങ്ങൾക്ക് ശേഷം നീ വീട്ടിലെത്തുമ്പോൾ എന്ത് നിന്നെ വന്ന് പിടിക്കുമോ അതെനിക്ക് വേണം. ശരി. വ്യാപാരി സന്തോഷത്തോടെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ മകൻ പിറകിൽ നിന്നും വന്ന് അവന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. അവന് മനസ്സിലായി അവൻ എന്താണ് ചെയ്തതെന്ന്. അവന്റെ പേടി വർദ്ധിച്ചു. അവൻ അവന്റെ ഖജനാവിൽ പോയി പെട്ടി തുറന്നു നോക്കിയപ്പോൾ അത് കാലിയായിരുന്നു. അവന് സമാധാനമായി. അവൻ ആലോചിച്ചു, ധനം വന്നിട്ടില്ല, വരുമ്പോൾ അവൻ തള്ളിപ്പറയുമെന്ന്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും ഖജനാവിൽ ചെന്ന് നോക്കുമ്പോൾ പെട്ടി നിറയെ സ്വർണം. അവൻ പഴയതിനേക്കാളും കൂടുതൽ പണക്കാരനായി മാറി. 12 വർഷങ്ങൾ കടന്നുപോയി. ഉള്ളൻ ചെകുത്താന് അവന്റെ മകനെ കൊടുക്കേണ്ട ദിവസമെത്തി. മകനെ, എനിക്ക് നിന്നോട് ഞാൻ ചെയ്തൊരു വലിയ തെറ്റിനെ കുറിച്ച് പറയണം. അച്ഛാ, പേടിക്കണ്ട, നമ്മക്കിനി ഒരു ആപത്തും വരികയില്ല. അതിന്റെ ഒരു രാത്രി മുമ്പേ യുവാവിനെ ഒരു മാലാഖ കണ്ടിരുന്നു. അവൾ അവനോട് കിട്ടാൻ പോകുന്ന ഭാഗ്യത്തെക്കുറിച്ച് ആദ്യമേ പറഞ്ഞിരുന്നു, അതിനായി എന്ത് ചെയ്യണമെന്നും. അതറിയുന്ന മകൻ അച്ഛനെയും കൊണ്ട് കുള്ളന് മകനെ കൊടുക്കുന്ന അതേ സ്ഥലത്ത് കൊണ്ടുവന്നു. അവനും അച്ഛനും ഇരുന്ന് ചുറ്റും ഒരു വട്ടം വരച്ചു. കുള്ളൻ അവിടെ വന്നു. എന്നിട്ട് അവന്റെ അവകാശപ്പെട്ടത് ചോദിച്ചു. ഒരു മാന്ത്രിക ശക്തി കുള്ളൻ വലയത്തിനുള്ളിൽ കയറുന്നത് തടഞ്ഞു. നല്ല വ്യാപാരി, നീ എനിക്കുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നെ അതിപ്പോൾ ഏൽപ്പിക്കൂ. എന്നോട് ക്ഷമിക്കൂ കൂട്ടുകാരാ, അവൻ എന്റെ മകനാണ്. അവനെ നിങ്ങൾക്ക് തരാൻ പറ്റില്ല. കള്ളാ, നീ വാക്കു പറഞ്ഞതല്ലേ? കൂട്ടുകാരാ, നീ ഒരവസരം തന്നാൽ ഞാൻ നിനക്ക് ഒരു രീതി പറഞ്ഞു തരാം. കുള്ളനും വ്യാപാരിയും ഒരു ധാരണയിലെത്തി. അവർ തീരുമാനിച്ചു, യുവാവിനെ ഒരു വള്ളത്തിലിരുത്താം. അത് തള്ളി കടലിലേക്ക് വിടുന്നത് വ്യാപാരിയായിരിക്കും. കടലിന്റെ തിരകൾ തീരുമാനിക്കും വള്ളത്തിന്റെയും യുവാവിന്റെയും ഭാവി. കുറച്ചു ദൂരം ഒഴുകിയതിനു ശേഷം വള്ളം ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് കീഴ്മേഴോട്ട് മറിഞ്ഞു. വ്യാപാരിക്ക് അവന്റെ മകനെ നഷ്ടപ്പെട്ടതിൽ വിഷമമായി. കുള്ളന് പ്രതികാരം ചെയ്തതിൽ സമാധാനവുമായി. രണ്ടുപേരും വീണ്ടും അപ്രത്യക്ഷമായി. പക്ഷേ യുവാവ് വള്ളത്തിൽ വീണ്ടും കയറി രക്ഷപ്പെട്ടു. അവൻ കുറച്ചു ദിവസങ്ങളിൽ ഒരു പുതിയ തീരത്തെത്തി. അവിടെ വലിയ കൊട്ടാരവും സ്വർണത്തിന്റെ മലയുമുണ്ടായിരുന്നു. യുവാവ് കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. അവന്റെ സന്തോഷം ആശ്ചര്യത്തിൽ മാറി. അവൻ എല്ലാ മുറിയും നോക്കി. അവൻ അവസാനം ഒരു വെള്ളപ്പാമ്പിനെ കണ്ടു. അവൻ പേടിച്ചുപോയി. ഹലോ യാത്രക്കാരാ, ഞാൻ രാജകുമാരി ന്യൂഡ. ഞാൻ ഈ ശാപത്തിൽ അടിമയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അന്ധകാരത്തിൽ നിന്നും വരുന്ന 12 ആൾക്കാരിനാൽ നീ യാതന അനുഭവിക്കണം. നീ അത് 3 രാത്രി അനുഭവിച്ചേ മതിയാവൂ. എന്നാലേ ഈ ശാപം തീരൂ. ഞാൻ എന്റെ മനുഷ്യരൂപത്തിൽ തിരികെ വന്ന് നിന്നെയും പഴയതുപോലെയാക്കി നമ്മൾ കല്യാണം കഴിക്കും. എന്നിട്ട് നമ്മുടെ അടിമകളെയും തിരികെ കൊണ്ടുവന്ന് ഈ സ്വർണമലയുടെ രാജാവും രാജ്ഞിയുമായി കഴിയാം. യുവാവ് സമ്മതിച്ചു. അവർ വന്ന് അവനെ അടിച്ചു. ശാപവും തീർന്നു. രാജകുമാരി വീണ്ടും മനുഷ്യരൂപത്തിലായി. അവൾ യുവാവിനെ വീണ്ടും പഴയതുപോലെയാക്കി. അടിമകൾ തിരികെ വന്നു. അവർ കല്യാണം കഴിച്ചു. അവർ ഒരു സുന്ദരനായ ആൺകുട്ടിക്ക് ജന്മം നൽകി. വർഷങ്ങൾ കടന്നുപോയി. അപ്പോൾ യുവാവിന് അവന്റെ അച്ഛനെക്കുറിച്ച് ഓർമ്മ വന്നു. അവൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചു. അവൻ സങ്കടത്തോടെ കഥയെല്ലാം രാജ്ഞിയോട് പറഞ്ഞു. രാജ്ഞി അവൻ പോയാലുള്ള ദുഃഖം മുന്നിൽ കണ്ടു.
യുവാവ് കെഞ്ചി അപേക്ഷിച്ചപ്പോൾ അവൾ സമ്മതിച്ചു. അവൾ ഒരു മോതിരം കൊടുത്തിട്ട് ഒരു വ്യവസ്ഥ വെച്ചു. നീ ഒരിക്കലും എന്നെയും എന്റെ മകനെയും നിന്റെ അച്ഛന്റെ വീട്ടിലേക്ക് വിളിക്കരുത്. യുവാവ് സമ്മതിച്ചു. അവൻ കണ്ണടച്ചാഗ്രഹിച്ചു അവന്റെ അച്ഛന്റെ നാട്ടിലെത്താൻ. അവൻ കണ്ണു തുറന്നപ്പോൾ അവൻ അച്ഛന്റെ നഗരത്തിലായിരുന്നു. യുവാവിന് അവന്റെ വസ്ത്രധാരണം മൂലം ആ നഗരത്തിൽ പ്രവേശനമില്ലായിരുന്നു. അവൻ ഒരാട്ടിടയനുമായി ധാരണയിലെത്തി. അവന്റെ അച്ഛനെ കണ്ടുപിടിച്ച് കഥയും പറഞ്ഞു. അച്ഛാ, ഇത് ഞാനാണ്, ഹൈസൽ. എന്റെ മകൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ മരിച്ചു. ഞാനത് കണ്ടിരുന്നു. അച്ഛാ, ദേ എന്റെ അടയാളം കണ്ടോ? ഞാൻ നിങ്ങളുടെ മകനാണ്. ഞാനൊരു വേറെ രാജ്യത്തെ രാജാവാണ്. എനിക്കൊരു രാജ്ഞിയും സുന്ദരനായ ഒരു മകനുമുണ്ട്. നീ എന്റെ മകനാണ്, പക്ഷെ നീ രാജാവല്ല. നീ ഒരു ആട്ടിടയനാണ്. ഇപ്പോൾ നിന്റെ കുടുംബം എവിടെയാണ്? രാജ്ഞി അവിടെ എത്തി, വളരെ ദേഷ്യത്തിൽ. പക്ഷേ അവൾ ശാന്തമായിരുന്നു. അവൻ അവളെ അതേ തീരത്ത് കൊണ്ടുപോയി അവനെ യാത്രയാക്കിയ തീരത്ത്. അവൻ അവളുടെ കാലിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. അവൾ അവന്റെ മോതിരം ഊരിയെടുത്ത് കൊട്ടാരത്തിലേക്ക് മകനുമായി പോയി. അവൻ ഉണർന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലായി. അവന് തോന്നി അവൻ അച്ഛന്റെ അടുത്തേക്ക് തിരിച്ചു പോയാൽ അദ്ദേഹം വിശ്വസിക്കില്ല എന്ന്. അപ്പോൾ അവൻ നടന്ന് അവന്റെ കുടുംബത്തിലെത്താൻ തീരുമാനിച്ചു. കുറേ ദൂരങ്ങളിൽ 3 രാക്ഷസർ അവരുടെ അവകാശത്തിനായി തർക്കിക്കുകയായിരുന്നു. 3 സാധനങ്ങൾ: നിങ്ങളെ മാച്ചു കളയുന്ന ഒരു ഘടികാരം, ധരിക്കുന്നവൻ എവിടെ ആഗ്രഹിച്ചാലും കൊണ്ടുപോകുന്ന പാദരക്ഷകൾ, ഒരു വാൾ, പറഞ്ഞാലുടൻ എല്ലാവരുടെയും തലയെടുക്കുന്ന വാൾ. യുവാവ് കുറേ ദൂരങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞവിടെ എത്തി. 3 സാധനങ്ങൾ കാണുന്നു. അവൻ ഈ സാധനങ്ങൾ കണ്ടു പറഞ്ഞു തർക്കം അവസാനിപ്പിക്കാമെന്ന് സമ്മതിച്ചു. അവൻ ഈ 3 രാക്ഷസരെയും മണ്ടരാക്കി ഓരോരോ സാധനങ്ങൾ ധരിച്ചു തുടങ്ങി. എന്നിട്ട് അവൻ അവിടെ നിന്ന് മാഞ്ഞുപോയി. അവൻ സ്വർണമലയുടെ തീരത്തെത്തി. അവൻ ഘടികാരം ഉപയോഗിച്ച് അദൃശ്യനായി ആളുകളുടെ ഇടയിലെത്തി. അവൻ നോക്കിയപ്പോൾ രാജ്ഞി വേറെ ഒരു പുരുഷനെ കല്യാണം കഴിക്കുന്നു. അവനത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. അവൻ അദൃശ്യനായി തന്നെ വലിയ ആഹാരമുറിയിലെത്തി. ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ റാണിയെ ഒരു പാഠം പഠിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. അവൾ കഴിക്കാനും കുടിക്കാനും ശ്രമിക്കുമ്പോൾ അവനത് പിടിച്ചു വാങ്ങും. റാണിക്ക് വളരെ ദേഷ്യവും വിഷമവും ഉണ്ടായി. റാണി ദേഷ്യത്തോടെ എഴുന്നേറ്റ് അവളുടെ അറയിലേക്ക് പോയി. അവൾ എന്ത് സംഭവിക്കുന്നു എന്നോർത്ത് കരഞ്ഞപ്പോൾ അവൻ അവിടെ എത്തി ഘടികാരമഴിച്ചു. റാണി വളരെ ആശ്ചര്യത്തോടെ അവനെ കണ്ടു. പക്ഷെ യുവാവ് ദേഷ്യത്തോടെ അവളെ ഉറക്ക വഴക്ക് പറഞ്ഞു. മോതിരം എറിഞ്ഞ് അവളെ കരയിപ്പിച്ചു. അതേ ദേഷ്യത്തിൽ വെളിയിലെ മുറിയിൽ വന്ന് വളരെ ഉറക്ക ഒച്ച വെച്ചു. എന്റെ സ്വർണമലയിലെ പ്രജകളെ, നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഞാനിതാ തിരികെ വന്നിരിക്കുന്നു. ഈ കല്യാണം നടക്കില്ല. പക്ഷേ എന്നാൽ ആൾക്കാർ വളരെ ദേഷ്യത്തോടെയും അവനെ കളിയാക്കിയും അവന്റെ നേരെ വാളുമായി നീങ്ങി. എന്റെ തലയൊഴിച്ച് എല്ലാവരുടെയും തലവെട്ടും. അവന്റെ വാക്കുകൾ ഫലിച്ചു. എല്ലാവരുടെയും, അവന്റെ റാണിയുടെയും മകന്റെയും തല പോയി. അവൻ പിന്നീട് മനസ്സിലാക്കി ദേഷ്യവും കൊതിയും ഒരിക്കലും ഒരു കുടുംബത്തിന്റെ അത്രയും വരികയില്ല എന്ന്. അവൻ എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവന്റെ സിംഹാസനത്തിൽ സ്വർണമലയുടെ ആരുമില്ലാ രാജാവായിരുന്നു. ശുഭം.